സ്റ്റാർ ഫ്രൂട്ട് ഹലുവ. അപ്പൊ ഇന്ന് സ്റ്റാർ ഫ്രൂട്ടിന്റെ ഹലുവയും ചായയാണ് ഇന്നത്തെ കാലത്ത് 7:30ക്കുള്ള ഭക്ഷണം. അപ്പൊ ഇന്ന് ഇത് കഴിച്ചാൽ മതി. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല ഞങ്ങൾക്ക്, ഇനി രാത്രിയിലാണ് ഭക്ഷണമുള്ളൂ. അത്രയ്ക്കും വിറ്റാമിനുകൾ, പോഷക ഗുണങ്ങൾ തിങ്ങി നിറഞ്ഞാണ്. അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ യൂട്യൂബിൽ ഗൂഗിൾ സെർച്ച് നടത്തിയാൽ മതി. അപ്പൊ കണ്ടോ, എന്റെ മുറ്റത്തല്ല, എന്റെ മതിലിനോട് ചേർത്ത് സ്റ്റാർ ഫ്രൂട്ട് മരണ്ട് കണ്ടോ. അപ്പൊ ഇഷ്ടം പോലെ പഴങ്ങളാണ്. ആർക്കും ആണെങ്കിലും അനുവാദം ഇല്ലാതെ പൊട്ടിച്ചുകൊണ്ടുപോകും. ഈ മതിലിൽ കയറിയാൽ മതി. അപ്പൊ ഈ മതിലിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാനുണ്ട്. അതിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകോളാം. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കണ്ടോ, സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഈ മഞ്ഞ കളറിലുള്ളൊക്കെ പഴുത്താണ്. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ അലുവി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുള്ള ഗുണം, ഈ മഴക്കാലത്ത് നമ്മളുടെ മക്കളൊന്നും ഇത് കടിച്ച് മുറിച്ച് തിന്നില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാന്ന് പറഞ്ഞിട്ട് അവർക്ക് വല്ല കടയിൽ നിന്നുള്ള അലുവ, ഈ ചേർത്ത അലുവ മേടിച്ചുകൊണ്ട് വളർത്താണ് ഒരു തിന്നുള്ളൂ. അപ്പൊ നമ്മളെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജ്യൂസൊക്കെ പിഴിഞ്ഞു കുടിച്ചാൽ നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ജ്യൂസ് എന്ന് പറയാൻ പാടില്ല. ജ്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ അത് കണ്ടുപിടിച്ചത് ഇസ്രായേലുകാരാണ്. അതുകൊണ്ട് നമ്മൾ ജ്യൂസ് എന്ന് പറയുന്നത് ഇതിന്റെ പഴച്ചാറ്, ഇത് പിഴിഞ്ഞിട്ടാണ് എടുക്കണ പഴച്ചാറ് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. അല്പം പഞ്ചസാര ഇട്ട് കുടിക്കുക. അപ്പൊ നമ്മൾ കടകളിൽ നിന്നൊക്കെ ജ്യൂസ് കഴിച്ചു കുടിക്കുമ്പോൾ നല്ല പകുതിയും അതില് പഞ്ചസാര ലായനിയാണ്. അതുകൊണ്ട് നല്ല രുചിയായിരിക്കും. അപ്പൊ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് അടിക്കുക. അല്ലാണ്ട് ഇതിന് രസമില്ല, മധുരമില്ല, സ്വാദില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ജ്യൂസാണ്. അല്ല, ജ്യൂസല്ല, അപ്പോൾ ഇത് ശീതള പാനീയം. അപ്പോൾ ഇതിന്റെ പഴച്ചാറ് നമ്മൾ എടുത്തിട്ടാണ്. അപ്പോൾ സബിത അതൊക്കെ കൊണ്ട് പോവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പഴച്ചാറ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഉണ്ടോ, ഇതിന്റെ ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അല്പം പുളിരസം ഉണ്ടാവും. അതങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യുക. നേരെ ഒന്ന് കഴുകണം കേട്ടോ മക്കളെ. ഒന്ന് കഴിയില്ലെങ്കിലും കുഴപ്പമില്ല. മഴക്കാലൊക്കെ അതിന് നല്ല കഴുകി നിൽക്കണ കാരണം ഒരു കുഴപ്പമില്ല. അപ്പോൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളം ഒഴിക്കാതെ വിത്തൗട്ട് വാട്ടർ കണ്ടോ, എന്നിട്ട് മിക്സിയിലാണ്ട് ഫുള്ളാക്കി ഇടുക. എന്നിട്ട് അടിച്ചാൽ മതി. അപ്പം മഴക്കാലത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കറണ്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോയി പൊട്ടിക്കുക. ഫസ്റ്റിൽ തന്നെ ഇതൊക്കെ ജ്യൂസ് അടിച്ചു വയ്ക്കുക. അതിൽ നിന്നത്തെ പണിയൊക്കെ അവതാളത്തിലാവും. കണ്ടല്ലേ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് നിർത്തി അടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊണ്ട് അടിച്ചു നോക്കണം. കണ്ടോ, അതിന്റെ മോള് വശം കിട്ടണില്ല. അപ്പൊ നമ്മൾ തുറന്നിട്ടൊന്നും കൂടി അടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫ്രൂട്ട് എടുക്കുക, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതൊക്കെ തള്ളി കൊടുത്താൽ മതി. അപ്പൊ അവൾക്ക് പേടിയായിട്ട് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുള്ളൂ. ഇത് കണ്ടോ, ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്യാം. അതെ, നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ട് വിത്തൗട്ട് വാട്ടർ ഉണ്ടല്ലേ, അതിന്റെ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കണം. ജ്യൂസ് അല്ല, പഴച്ചാറ്. അതിന്റെ പഴത്തിന്റെ ചാറ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന്റെ പഴച്ചാറ് എടുക്കുക. കണ്ടോ, ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അടിയിൽ കട്ടി പിടിക്കില്ല കൂടുതൽ. അവിടെ ഒഴിച്ചു. അപ്പൊ ഇനി ആവശ്യത്തിന് വീണ്ടും കുറച്ചും കൂടി അടിച്ചെടുക്കാൻ പോകണം. കണ്ടില്ലേ, അപ്പൊ നമ്മളൊരു 2 കിലോ പഴം എടുത്തിട്ടുണ്ട്. 2 കിലോ. അതിലേക്ക് ഒരു നാളികേരം പാല്, നല്ല കട്ടപ്പാല് ഒരു നാളികേരത്തിൻ്റെ. പിന്നെ ഒരു 300 ഗ്രാം വെല്ലം, ശർക്കര, അതും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. ഒരു നാളികേരം ഉണ്ടാവും. നല്ല പച്ച തേങ്ങയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ കാറ്റത്ത് വീണ കാരണം നല്ല വിളഞ്ഞ് കണ്ടില്ലേ, ചൊകന്നിരിക്കുന്ന നാളികേരാണ്.
അപ്പൊ ഇതുപോലത്തെ നാളികേരത്തിൽ നല്ല പാല് കിട്ടും. ഇതാണ് ചേർക്കുന്നത്. അപ്പൊ കുറച്ച് പണികളൊക്കെ എനിക്കുണ്ട്. അപ്പൊ നമ്മള് ഒന്ന് സഹായിച്ച് നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളെ നാളികേരൊക്കെ ചുരണ്ടി കൊടുത്തു. അത് നേരെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ച് അവരെ പിഴിഞ്ഞിട്ടു. അപ്പൊ പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ട് മാത്രമാണ് പിഴിയാറ്. ഇപ്പൊ മിക്സിയൊക്കെ ആയപ്പോ നല്ല ഫ്രഷായിട്ട്, ഫ്രഷല്ല ഫുള്ള് അതിന്റെ ലിക്വിഡ് കോക്കനട്ട് മിൽക്ക് ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പൊ നമ്മളുടെ ശർക്കര 300 ഗ്രാം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശർക്കര പാനി ഒഴിക്കാൻ വേണ്ട, നമ്മൾ തിളയ്ക്കുമ്പോൾ തന്നെ ഒഴിച്ചോണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അല്പം കട്ടിയാവും. പിന്നെ ഇതുപോലെ ലൂസായിട്ട് അങ്ങോട്ട് ഫിൽറ്റർ ആയി പോരില്ല. അപ്പൊ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർ പുളിയുടെ പഴച്ചാറിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോണ്ടല്ലേ. ഇനി നമ്മുടെ പച്ച തേങ്ങ അടിച്ച് പിഴിഞ്ഞിട്ട് ആ ജ്യൂസും കൂടി ഒഴിക്കണം. അപ്പൊ ഈ തേങ്ങാപ്പാൽ അടിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന്റെ കൂടെ അടിക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് മിക്സിയിലിടാം. നമ്മുടെ ജ്യൂസ് എടുക്കണ മിക്സിയിലിട്ടിട്ട് കുറച്ച് കോൺഫ്ലവർ ഒരു 100 ഗ്രാം ഇട്ടിട്ട് അതിലിട്ട് അടിക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ പഴച്ചാറിലേക്ക് തേങ്ങാപ്പാലും കോൺഫ്ലവറും കൂടിയിട്ട് ഒരുമിച്ച് ഒഴിക്കും. അപ്പൊ കട്ട പിടിക്കില്ല, കട്ട. അല്ലെങ്കിൽ കോൺഫ്ലവർ നേരിട്ട് ഇട്ടാണെങ്കിൽ ഇതൊക്കെ അതിൽ കട്ട പിടിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ കുറച്ച് പണികളൊക്കെ ഞാൻ ഇങ്ങനെ നിന്നേറ്റ് കണ്ട് ഇതൊക്കെ പഠിക്കണ്. ഇപ്പൊ സബീദിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോം സയൻസിൽ പോയിട്ട് ഡിഗ്രി എടുക്കാനായിട്ട് കാശ് കൊടുത്ത് പഠിച്ചാണ്. ഞാൻ കണ്ടോ വെറുതെ നോക്കിയാൽ മതി. അതാണ് കൃഷിക്കാരനും ടൗണിലുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. കൃഷിക്കാരനെല്ലാം ഡയറക്റ്റ്. അപ്പൊ എല്ലാം കണ്ടുപഠിക്കാം. നിങ്ങൾക്കൊക്കെ, നിങ്ങളെന്ന് വെച്ചാൽ മറ്റു ഫ്ലാറ്റുകളിലും ടൗണിലുള്ളവർക്കൊക്കെ ഇത് യൂട്യൂബും അതൊക്കെ നോക്കി പഠിക്കേണ്ടി വരും. ഉണ്ടല്ലേ? അപ്പൊ നമ്മളുടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ കോൺഫ്ലവർ ഇട്ടിട്ട് വീണ്ടും അടിക്കാൻ പോകുന്നു. അപ്പൊ ഇടയ്ക്ക് നമ്മളുടെ ഇത് ഈ സ്റ്റാർ പുളിയുടെ ഇത് തിളച്ചോണ്ടിരിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇളക്കാൻ വേണ്ടിയുള്ളൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ തേങ്ങാപ്പാലും കോൺഫ്ലവറും ഇത് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇതാവും. അപ്പോൾ നമ്മൾ ശർക്കരയാണ് ഉപയോഗിച്ചത്, ശർക്കര പാനീയം തിളച്ചത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയാവും. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കണം ഇടയ്ക്കിട്ടായിട്ട്. നെയ്യ് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടോ. നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അലുവ റെഡിയാണ്. അപ്പം ഇത് വലിയ പണിയൊന്നുമില്ല, ആകെ ഒരു അരമണിക്കൂർ പണി. കണ്ടില്ലേ? അടിപൊളി അലുവയാണ്. അപ്പം ഇത് ഈ കൊതിയൂറുന്ന അലുവ 1 കിലോയ്ക്ക് 450 രൂപ വില വരും. ഉണ്ടാക്കണേന് ഒരു 200 രൂപ, പിന്നെ പണിക്കാശ് 200, അപ്പം 400 കണ്ടോ. അപ്പം 450 രൂപ. മറ്റുള്ള മൈദ കൊണ്ടുള്ള അലുവയൊക്കെ നിങ്ങൾക്ക് കടയിൽ പോയി കിട്ടും. അത് നിസ്സാരം അറിയും. കിലോയ്ക്ക് 150 രൂപ ഇട്ടുണ്ട്. അപ്പം ഇതൊരു 450 രൂപ റേറ്റ് വരുന്ന അലുവയാണ്. നിങ്ങൾക്ക് വീട്ടിൽ സുന്ദരമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഇത് എത്ര വേണേലും തിന്നാം, യാതൊരു കുഴപ്പമില്ല. ഇത് എത്ര കൂടുതൽ കഴിക്കുന്നോ അത്രയ്ക്കും സ്റ്റാർ പുളി എന്ന് പറയില്ലേ, മലയാളം പറയില്ലേ, സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ അകത്തേക്ക് അങ്ങോട്ട് കയറണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക, പരീക്ഷയ്ക്കല്ല ഉണ്ടാക്കി അങ്ങോട്ട് തിന്നോ. എന്താ രുചി എന്നറിയത്. അപ്പം ഞാൻ ഇത് കൂടുതൽ വിവരണം ഇല്ല.